സലാം സാബിടെ സലാം സാബിടെ ഇവിടെ വയനാട് മുണ്ടക്കയിലെ ആ ദുരന്ത പ്രദേശത്താണ് മണ്ണും ചെളിയും വെള്ളവും എല്ലാം കൂടിക്കിടക്കുന്ന ഈ പ്രദേശത്ത് മണ്ണിനടിയിൽ ഇനിയും ധാരാളം ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. സാധ്യമായ എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ്റും ജില്ലാ ഭരണകൂടവും ഒക്കെ ഇവിടെ അത് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ മരണപ്പെട്ട മൃതദേഹങ്ങൾ ഇവിടുന്ന് എടുത്തു മാറ്റുന്നതിന് വേണ്ടിയൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തരം ദുരന്തങ്ങൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടൊന്നുമല്ല, പക്ഷെ അതിനൊക്കെ അതിജയിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടില്ല. നമ്മുടെ കൂട്ടായ്മയിലൂടെയും ഒറ്റക്കെട്ടായ പ്രവർത്തനങ്ങളിലൂടെയുമാണ് നമുക്ക് തന്നെ അതിജയിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ദുരന്തത്തെയും നമുക്ക് കൂട്ടായി നിന്നുകൊണ്ട് തന്നെ ഇതിനൊക്കെ അതിജയിക്കാൻ നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം. മരണപ്പെട്ടവരുടെ അനുശോചനം അറിയിക്കുന്നു. ഇരയായിട്ടുള്ള മറ്റുള്ളവർ നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷ നേടാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യാം. ഗവൺമെൻറ് ചെയ്യുന്ന പ്രവർത്തനങ്ങളോട് സഹകരിച്ചുകൊണ്ട് നമ്മുടെ ഈ രംഗത്ത് നല്ല പരിചയമുള്ള വളണ്ടിയർമാർ, അതുപോലെ തന്നെ സീറ്റ് സെൻ്ററിൻ്റെ ആംബുലൻസുകൾ, പ്രത്യേകിച്ച് ഫ്രീസർവെറ്റ് ആംബുലൻസ്, അതൊക്കെ ഇവിടെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഗവൺമെൻറ് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെ മിനിസ്റ്റേഴ്സൊക്കെ ഇപ്പോൾ ഇവിടെ ഉണ്ട്. ആ മിനിസ്റ്റേഴ്സുമായി ഞങ്ങളൊക്കെ എല്ലാവരും ജനപ്രതിനിധികളെല്ലാവരും സംസാരിച്ചു. ഇവിടുത്തെ പഞ്ചായത്ത് ജനപ്രതിനിധികൾ MLA രാവിലെ മുതൽ ഇവിടെ ഞങ്ങളൊക്കെ നിരന്തര സമ്പർക്കത്തിലാണ്. സാധ്യമായതെല്ലാം ചെയ്യുക എന്നുള്ളതാണ് ഇന്നും അടുത്ത ദിവസങ്ങളിലും. എത്ര ആളെ രക്ഷപ്പെടുത്താൻ പറ്റാത്ത രക്ഷപ്പെടുത്താമെന്നാണ് ഇപ്പോഴത്തെ മിഷൻ. ബാക്കിയെല്ലാം അതിനുശേഷം വരുന്ന കാര്യങ്ങളാണ്. സഹായം ആവശ്യമുള്ളവർക്ക് അത് എത്തിക്കാനുള്ള എല്ലാ ശ്രമവും ജനങ്ങളും ജനപ്രതിനിധികളും മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും കൂട്ടായി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് മാത്രമേ ചിന്ത ഉള്ളൂ, മറ്റൊന്നുമില്ല.